അങ്ങനെ വീണ്ടും പുതിയൊരു ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. 33ാമത് 34ാമത് ഡെയിലി വ്ളോഗാണ്. ഇന്ന് ആക്ച്വലി നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടാണ് കേട്ടോ. പൊറോട്ട ഇറച്ചിയും തിന്നാനല്ല, പൊറോട്ട ഇറച്ചിയും തിന്നാൻ തന്നെയാണ്. പക്ഷേ വന്നത് ആക്ച്വലി നമ്മൾ ട്രെയിൻ കയറി വന്നു. ഇപ്പോൾ ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. കോഴിക്കോടുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യട്ടോ, വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഹോട്ടൽ സാഗർ. ഈ ഹോട്ടലിൽ കാലത്ത് ഏകദേശം 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ കാലത്ത് 7 മണിക്കാണ് നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ട്രിപ്പ് തന്നെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കും കൊണ്ട് വന്നതാണ്. കോഴിക്കോട് വയനാട്ടിലേക്കാണ് പോണത്. സോ കാലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബൈക്ക് കൂടി ഇരിക്കുന്നുണ്ട്, അവൻ്റെ വണ്ടിയും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. സോ നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമ്പാനിയൻ ആംറ്റോ അല്ലേ. ആംറ്റോ ആള് പ്രൊഫഷണൽ നാഷണൽ പാർട്ടിസിപ്പൻ്റാണ്. നാഷണൽ ഇതിന് പോയിട്ടുണ്ട്, സ്റ്റേറ്റ് പാർട്ടിസിപ്പൻ്റാണ്. 2018-19 ഫസ്റ്റ് മെഡൽ എടുത്തിട്ടുണ്ട്. സോ ഇന്ന് എൻ്റെ ഒപ്പം അവനാണുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സാഗറിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നീ എന്നിട്ട് ഓർഡർ ചെയ്തോ? മുട്ടക്കറിയും അപ്പോൾ പൊറോട്ട മുട്ടക്കറി. ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും ഒരു പൊറോട്ട ബീഫാണ് കേട്ടോ. പക്ഷേ മറ്റേ ടൈപ്പ് കാലറിയും കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല, കാരണം ഹെവി സാധനമായിരിക്കും. നമ്മൾ വയനാട് ട്രാക്കിൽ പോയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ആവിയായി പൊക്കോളും. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് ഫുഡ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടാ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നെ അത് നീ എറണാകുളത്ത് നിന്ന് പാഴ്സൽ ചെയ്തു അല്ലേ? എറണാകുളത്ത് ഇത്രയും നാളെ നമ്മൾ മുന്നിൽ പെട്ട കാരണം, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യായിരുന്നു. ഇവൻ ബൈക്ക് ബാഗിലാക്കിയിട്ടില്ല, ജസ്റ്റ് കെട്ടി പോന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ TTRന്റെ മുന്നിൽ ചെന്ന് നേരെ പെട്ടത്. TTR പറഞ്ഞ് നേരെ ലഗേജിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ലഗേജിലേക്ക് കൊണ്ടുപോയി 1,350 രൂപ അവിടെ പോയിട്ടാ. ഫ്ലാഷ് ബാക്ക് ഗൈസ്, 2 ലക്ഷത്തിൻ്റെ ബൈക്ക് TTR പൊക്കി. സോ അത് കിട്ടാനുള്ള തത്രപ്പാടിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അവരെടുത്ത് തരാമെന്നാണ് പറഞ്ഞത്. നേരെ ലഗേജിൽ കൊണ്ട് കയറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നു വെക്കുകയായിരുന്നത്. ബൈക്ക് വരട്ടെ, പുറത്തേക്ക് എടുക്കുന്നുണ്ട്, കാട്ടിത്തരാം. എടാ അത് അവർ ഇറക്കി തരില്ലേ? അതെ, ഇവിടെ നിന്ന് തരില്ലേ അവർ? 2 ലക്ഷത്തിൻ്റെ മുതൽ നോക്കിയേ സേഫ് അല്ലേ? നോക്കിയേ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അതേ ബാഗിൽ വെച്ച് സേഫാക്കി കൊണ്ടുവന്നു. അവൻ്റെ വണ്ടി TTR പൊക്കിയിട്ടാ. നേരെ ആളുടെ മുന്നിൽ നിന്ന് വിട്ടു അല്ലേ. ഞാൻ ബാഗിലാക്കി 250 രൂപ. അതെ, 2 ലക്ഷത്തിൻ്റെ മുതൽ ഇപ്പോൾ പൊതിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. 2022 മോഡലാണ്. താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും സാധനം സേഫായിട്ട് കിട്ടി. ഞാൻ പിന്നെ ബാഗിൽ സേഫായിട്ട് കൊണ്ടുവന്നത്. എനിക്ക് കുറച്ച് പരിചയമുണ്ട്. അത് സാധനം പണിയായിട്ടാ. ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പണിയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ അല്ലേ. സോ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രേവിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഒരു അടിപൊളി ഗ്രേവി. നീ മുട്ടക്കറിയാണോ? മുട്ട ഗ്രേവിയാണ് കൊണ്ടിത്. അപ്പോൾ പൊറോട്ട വന്നിട്ടുണ്ട്. ഞാൻ ബീഫ് എടുത്ത. നീ ബീഫ് കഴിക്കില്ലേ? ബീഫ് കൂട്ടില്ല? എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ കുറേ കഴിഞ്ഞ ഇതങ്ങോട്ട് കൂട്ടിയതാണ് ബീഫ്. അപ്പോൾ ബീഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊറോട്ടയും ബീഫും കഴിച്ചിട്ട്, ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് കേട്ടോ. ദൈവേ സംസാരിക്കാൻ പറ്റണില്ല, വായിൽ വെള്ളം വരുന്നു. സോ ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് എടുത്തിട്ടുണ്ട്. കൊള്ളാല്ലേ? അടിപൊളി. കുറേ കാലമായിട്ടോ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കുറേ കാലം കുറച്ചധികം നാളായിട്ടുണ്ട് പൊറോട്ടയും ബീഫും കോമ്പിനേഷൻ. സോ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മൾ KSRTC ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കൂടെയാണ് എൻട്രൻസ്. ഇതിൽ കൂടെ പോകാമെന്നുണ്ട് കേട്ടോ. പോവാം. സോ ഇനിയാണ് കേട്ടോ പണി വരണത്. ഇന്ന് ആക്ച്വലി എങ്ങനെയാ ദൈവമേ, ഞാൻ അറിഞ്ഞില്ല ഈ വഴിയായിരിക്കുന്നു. അവനെവിടെ? അവൻ വരട്ടെ. ഓക്കെ, KSRTCയുടെ അടിയിൽ പോകാണ്ട് രക്ഷപ്പെട്ടു. ഇനി നമ്മൾ ആക്ച്വലി 2 ബൈക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വയനാട് ആ ബസ്സിൽ കയറ്റുമെന്ന് ഒരു ഡൗട്ടുണ്ട്. വാ, ഓക്കെ. അപ്പോൾ എന്തായാലും കയറ്റോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാട്ടോ. വയനാട് ബസ് പോകട്ടെ.
ബസ് കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെ നിന്ന് നേരെ മേപ്പാടി ചേമ്പ്ര പീക്കിൻ്റെ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഡയറക്റ്റ് ബസ്സില്ലാന്ന് പറഞ്ഞ കേട്ടോ കോഴിക്കോട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന്. സോ ഞങ്ങൾ ഇത് ഏത് ബസ്സാണോ? മാനന്തവാടി അല്ലേ? മാനന്തവാടി KSRTCയിൽ കയറിയിട്ട് നമ്മൾ കൽപ്പറ്റ ഇറങ്ങണം. കൽപ്പറ്റ സ്റ്റാൻഡിൽ നിന്ന് മേപ്പാടിക്ക് ബസ് കയറണം കേട്ടോ. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി ചേമ്പ്ര പീക്ക് നമ്മൾ പോണ സ്ഥലത്തേക്ക് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട്. സോ ഇനിയൊരു ഏകദേശം ഒരു 3 മണിക്ക് മുന്നേ എത്തിയാൽ മതി അവിടെ. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുള്ളൂ. 3 മണിക്ക് മുന്നേ അവിടെ എത്തണമെങ്കിൽ 4:30 സെഷൻ ഉണ്ടായിരുന്നു ട്രയൽസ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാൻ പറ്റും ഗൈസ്. സീൻ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ 2 ബൈക്കും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാഗിലുണ്ട്, മറ്റേതിൽ അവൻ്റെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും പിടിച്ച് പുറത്താക്കാം, നോക്കി നോക്കാം അല്ലേ? നോക്കി നോക്കാം ഗൈസ്. ഇനി നമുക്ക് ഭൂപ്രകൃതി ആസ്വദിച്ച് പോകാട്ടോ. ചുരം കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. നോക്കട്ടെ. അങ്ങനെ ഫൈനലി നമ്മൾ ചുരം കയറി തുടങ്ങി അല്ലേ? ചുരം കാര്യങ്ങളെല്ലാം കയറി തുടങ്ങിയിട്ടുണ്ട്. ഓ, കുറേ ഓർമ്മകൾ അഴവിറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ ചുരം കയറിയതിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഓർമ്മകളുണ്ട്. നീ എത്ര വട്ടം വന്നിട്ടുണ്ടോ അവിടെ അവിടേക്ക്? 10-20 വെച്ചാൽ ഇവിടെ വന്നിട്ടുണ്ടോ? ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും റേസിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനും ഇവിടേക്ക് ഒരു 5-6 വട്ടം വന്നിട്ടുണ്ട്. ട്രാക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേരളത്തിലത്തെ ആദ്യത്തെ MTV ട്രാക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാ ഓർമ്മകളും ഞങ്ങളിവിടെ, പിന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ റൈഡും ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട്. അന്നാണ് ഞങ്ങൾ 2 പേരും ആദ്യമായിട്ട് കണ്ടത്. നോക്കിയേ മോനെ, ഇത് കുറച്ചുകൂടി തെളിഞ്ഞ്. ഞങ്ങൾ അന്ന് മൺസൂൺ സീസണിലാണ് വന്നതുകൊണ്ട് അന്ന് മഴക്കാരുണ്ട്, നല്ല മഴയുള്ള സീസണിലാണ്. ഇപ്പോൾ പ്രോപ്പർ സമ്മർ സീസൺ. അതിൻ്റെ മേലേക്ക് എന്താ കയറി പോകേണ്ടത്? അതിൻ്റെ മേലേക്ക് അന്നൊരു സബ്സ്ക്രൈബർ അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലത്തെ സീനായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലത്തെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇതിപ്പോൾ 4ാമത്തെ ഹെയർ പിൻ കഴിഞ്ഞ് എത്ര ഉണ്ട്? 12 എണ്ണോ? 12 എണ്ണാണോ ഹെയർ പിൻ? 9 എത്ര എണ്ണ അറിയില്ല, കുറച്ചധികം ഉണ്ട്. കുറേ കാലമായി. ഓരോ ഹെയർ പിന്നും എൻ്റെ പോലെ സീനായിരുന്നു കേട്ടത്. നല്ല നല്ല ഓർമ്മകളായിരുന്നു. അങ്ങനെ ഓർമ്മകൾ വീണ്ടും അയവറക്കാൻ, പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാനും നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ മോനെ, ഓരോരോ ട്രാക്കുകളല്ലേ? അത് നമ്മൾ സൈക്കിളിൽ എപ്പോഴും പോയിട്ടേ ഈ ചുരമൊക്കെ സൈക്കിളിൽ ചവിട്ടി കയറ്റാറുണ്ട്. എന്താ നോക്ക്, സീനായി. ചെറിയൊരു തണവ് വരുന്നുണ്ട് അല്ലേ? ചെറിയൊരു തണവുണ്ട്, തണവായി വരുന്നുണ്ട്. സെറ്റ് ഗൈസ്. ഇനി കൽപ്പറ്റ എത്തിയിട്ട് അവിടെ നിന്ന് മാറി കയറണം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ മേപ്പാടിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മേപ്പാടിയിലുള്ള ബാഗൊന്ന് പിടിച്ചോ. മേപ്പാടിയിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത്. സ്റ്റേ ചെയ്യണത് ഹോസ്റ്റലിലേക്കാണ്. നമുക്ക് ആക്ച്വലി കോഴിക്കോട്ടെന്ന് നമുക്ക് മേപ്പാടിയിൽ നിന്ന് വന്നിട്ട് വേണം പോകണമെങ്കിൽ. സോ കോഴിക്കോട്ടെന്ന് മേപ്പാടിയിലേക്ക് നമുക്ക് പ്രൈസ് വന്നത് 230 രൂപയാണോ? അല്ല വന്നേ കോഴിക്കോട്ടെന്ന് മേപ്പാടിയിലേക്ക്. പിന്നെ മേപ്പാടിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ചേമ്പ്ര പീക്കിൻ്റെ അവിടേക്ക് വന്നത് എത്ര രൂപയായിരുന്നു? 90 രൂപ കേട്ടോ. 70 36 70 രൂപയാണ് വന്നത്. പിന്നെ ഇനി ഇവിടുന്ന് ചേമ്പ്ര പീക്ക് നമ്മൾ ഹോസ്റ്റലിലാണ് താമസിക്കണത് കേട്ടോ. ഇന്ന് രാത്രി അല്ലേ? ഹോസ്റ്റലിലാണ് താമസിക്കണത്. ഒരു ബൈക്ക്, 2ാമത്തെ ബൈക്ക് സോറി 150 രൂപ ഹോസ്റ്റലിൽ. ഇനി ഹോസ്റ്റലിൽ എത്രയാണെന്ന് ഓഫറിൽ കിട്ടിയതാണ്. 750 കിട്ടിയതാണ് കേട്ടോ. അത് അവിടെ എത്തിയിട്ട് കാട്ടി തരാം. നമ്മളിപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഏതാ ബിരിയാണി വാങ്ങിയിട്ട് ബിരിയാണി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. മറ്റടുത്ത ബിരിയാണി 360 എടാ ഒരാൾക്ക് 150 രൂപ ഉള്ളോ? നമ്മൾ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. രണ്ടും കൂടി നമ്മൾ കൊടുത്തായിരുന്ന ഒരു നീ വിചാരിക്കുന്നത് ഒരു ബിരിയാണിക്കാണ് 350. രണ്ടെണ്ണത്തിനാ ഒരാൾക്ക് 150 രൂപ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ 20 രൂപ പാക്കിങ്ങിനെ വരണുള്ളൂ. 350 രൂപ കേട്ടപ്പോൾ ഞാനും പേടിച്ചു കൂട്ടാ. പിന്നെ ആലോചിച്ച് 2 ബിരിയാണിയാണ്. സോ നമ്മുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഇത് ഈ ഭാഗത്തേക്കൂടെയാണ് വരുന്നത് കേട്ടോ.
സോ അതൊക്കെ നമ്മുടെ ഒന്നില്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ചാനലിലായിരിക്കും ഇടുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ കൂടെ നമ്മുടെ ഇവിടേക്ക് പോയോണ്ടിരിക്കട്ടെ. എൻ്റെ മോനെ അധികം തണവെന്നൊന്നും പറയാനില്ല കേട്ടോ. ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യത്തിന് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. വേറെ സ്ഥലം ഹൈ റേഞ്ച്. ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു തണവുണ്ടായിരുന്നു, പിന്നൊക്കെ വലിയ അങ്ങനെ തണവെന്ന് പറയാൻ ഇല്ല, അങ്ങനെയില്ല. ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ടോ? ആന ഇറങ്ങും അല്ലേ? വേറെ ഇതുകളൊന്നുമില്ല, വേറെ അങ്ങനെയൊന്നുമില്ല, ആന മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. തൃശ്ശൂർക്കാരുടെ അടുത്ത് ആനന്ന്. ഞാൻ തൃശ്ശൂരാണേ. അല്ല, തൃശ്ശൂര് ആനകളുടെ നാടാണല്ലോ. അല്ല, ആന ഇറങ്ങിയതല്ല, നാട് തൃശ്ശൂരായതുകൊണ്ട് ഒന്നുമില്ല ചേട്ടാ, സോറി. തൃശ്ശൂര് ചിയാരം ഭാഗത്ത്, ഒല്ലൂര് ചിയാരം ആ ഭാഗത്ത്. ഒല്ലൂര്. തൃശ്ശൂരുണ്ടായിരുന്നാ? ഗുരുവായൂർ ഭാഗത്താ? അല്ല ചേട്ടനപ്പോ അവിടെ ഓട്ടം ഉണ്ടായിരുന്നോ? ഓട്ടത്തിന് ഏതിന്റെ? കിഴക്കേ നട അല്ലേ? അപ്പൊ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് വയനാട്ടേക്ക്? ജനിച്ചത് എവിടെയാ? 29 കൊല്ലം തൃശ്ശൂരുണ്ടായിരുന്നു. ഓക്കെ. ശ്രീകൃഷ്ണ കോളേജ് അല്ലേ? ഓക്കെ. അങ്ങനെ എത്തിയിട്ട് കാട്ടിയാലോ അവിടെ. എടാ നീ കാശ് കൊടുത്ത എൻ്റെ അടുത്ത് തീർന്നു. സോ നമ്മളങ്ങനെ ഫൈനലി ഇവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പേസ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇവിടെ നിന്നിട്ടാണ് റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സോ ഇന്ന് ഉച്ച തിരിഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും, അത് നമ്മുടെ സെപ്പറേറ്റ് വേറെ ചാനലിലായിരിക്കും. ഇന്ന് നമ്മൾ ഫുള്ള് ചിൽമൂടാണ്. ആ ചാനൽ നമ്പർ കൂടി വാങ്ങി വെച്ചോടാ, നാളെ പോകുമ്പോൾ ഇതിന് വേണ്ടിയിട്ടേ നമുക്ക് പയ്യെ ബൈക്കും കാര്യങ്ങളും ഇറക്കണം കേട്ടോ. സോ അങ്ങനെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ മൗണ്ടൻ സൈക്ലിംഗ് ഇതാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ വരുന്നത്. സർക്യൂട്ട് വീൽസ് നമ്മുടെ അൻവർക്കയുടെ ഒരു ചെറിയൊരു സംരംഭമാണ്. അൻവർക്ക മാത്രമല്ല, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഗൈഡ് ടൂർ, ഇൻസ്റ്റാ 360, വീഡിയോ, പിക്ചേഴ്സ്, വ്യൂ പോയിൻറ്റ്, പ്രൊട്ടക്റ്റീവ് ഗിയർ, ഇതൊക്കെയാണ് സംഭവം കേട്ടോ. എത്ര രൂപയാണ്? 850 ട്രാക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂൾ ബൂട്ടാണ്, വെക്കേഷനാണ്. ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത് എന്തുകൊണ്ടും നന്നായിരിക്കും കേട്ടോ. സോ ഇനി നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞാണ് ബൈക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പോവാണ്. സാധനം റെഡി ആക്കണം കേട്ടോ. ഇത് എവിടെ ഇരിക്കണം, ബൈക്കും കാര്യങ്ങളും എവിടെ ഇരിക്കുന്നുണ്ട്. ഹായ് ബ്രോ, പണ്ട് വന്നിട്ടുള്ളത് വ്ളോഗിലൊക്കെ. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ക്യാച്ചപ്പ് ചെയ്യാം. ഏതാ? ഞാൻ ട്രാക്ക് കുറച്ച് നാളായി വന്നിട്ട് കണ്ടിട്ട്. സോ ഒന്നും കൂടിയും പേര് പറഞ്ഞു. ഹാരിസ് ഹോസ്റ്റൽ പ്ലസ് വയനാട്. അതെ. എൻ്റെ ഇടക്കുള്ള പ്രൊമോഷൻ അല്ലേ? അതെ, ട്രാവലേഴ്സ് പ്ലേസ്. ഞാൻ റൂം കാട്ടി കൊടുത്തിട്ട് വരാം. സോ എല്ലാം കാട്ടി കൊടുക്കാം. സോ നമ്മൾ എവിടെയാ? ഡോമാണ് എടുത്തിരിക്കണത്. പ്രൈസും കാര്യങ്ങളും ഞാൻ അവസാനം കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു ഡോമെട്രിയാണ് എടുത്തിന് കാട്ടിത്തരാം. സോ ഈ 2 ബെഡാണ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 750 രൂപയ്ക്കാണ് നമ്മൾ ഈ 2 ബെഡ് എടുത്തിരിക്കുന്നത്. എ സി ഒന്നുമല്ല, വയനാടാണ്. രാത്രിയൊന്നും അധികം എ സിയുടെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. സോ ഇത് ഒരു ബെഡ്, ഇത് ഒരു ബെഡ്, അങ്ങനെ 2 ബെഡ് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് സിറ്റേഴ്സ്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇപ്പോൾ സമയം രാത്രിയായി കേട്ടോ. നമ്മൾ മോർണിംഗ് ഉച്ചയ്ക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഫുഡ് അടിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഓഫ് റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി. ഇവിടെ ഇങ്ങനെ കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് വൈബാണ് ഫുള്ള്. ഇങ്ങനത്തെ പ്ലേ ഏരിയ, ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടാ. അതുപോലെ തന്നെ ക്യാരംസ് പരിപാടികൾ, അവിടെ അമ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനെന്തോ പറയാ, ഞാൻ മുന്നേ പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇത് മറന്നു കേട്ടോ. നമ്മുടെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫൗണ്ടൻ, ചെറുച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി വൈബ് വേറെ മൂടാണ് കേട്ടോ. ഹോസ്റ്റലിൽ ഞാൻ കാട്ടിത്തരാം. സോ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ബൈക്ക് കാര്യങ്ങൾ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വണ്ടി ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ക്ലാരിറ്റി നോക്കിയ രാത്രിയിലത്തെ സീൻ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് കേട്ടോ. ഹോസ്റ്റൽ നൈറ്റ് വൈബ് ഗൈസ്. ഇതാണ് ഹോസ്റ്റൽ. ഇത് ആക്ച്വലി പഴയൊരു ഹോസ്പിറ്റലായിരുന്നു, മാറിയതാണ് കേട്ടോ. സോ ഇതാണ് ഹോസ്റ്റൽ വൈബ്. ആക്ച്വലി ഇപ്പോൾ 10 മണിയായിട്ടാ സമയം രാത്രി. 10 മണിയല്ല, ഇപ്പോൾ
8:30 കഴിഞ്ഞു. ഭയങ്കര ടയേർഡായി. മോർണിംഗ് 7:30 തുടങ്ങിയതാണ്, അതുകൊണ്ട് ഭയങ്കര ടയേർഡായിട്ടാ. റൂമിൽ ഇപ്പോൾ ഡോർമെട്രിയിൽ ആരുമില്ല, ഒക്കെ ഫുള്ള് ചാർജ് ചെയ്യാനൊക്കെ വെച്ചിരിക്കുകയാണ്. എൻ്റെ തോർത്തുമുണ്ട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് അടിക്കാൻ കയറിയതാണ്. ഒരു ലൈം ജ്യൂസിന് 80 രൂപ ലൈം ജ്യൂസ്. ഇവിടുന്ന് ഇതിലേക്ക് പോകണമെങ്കിൽ ആക്ച്വലി 7 കിലോമീറ്റർ ഉണ്ട്. ഒരു റിമോട്ട് പ്ലേസ് ആണ് കേട്ടോ. ദ വിഗ്ഗീസ് ഹിൽ സൈഡ് ഈ ഒരു വരാന്താക്കോട് ഞാൻ പറഞ്ഞു, ഒരു പണ്ടത്തെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ വരാന്താക്കോട് ഇങ്ങനെ പോയിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിൽ മൂഡ്. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് കിച്ചൺ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സംഭവങ്ങൾ കേട്ടോ. എല്ലാവരുമായിട്ട് കമ്പനിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കൂട്ടുകാരനെ ഞാൻ കാട്ടിത്തരാം. എന്തായി ഫുഡ് വന്നു മോനെ? നൈറ്റ് ഫുഡ് ഉച്ചയ്ക്ക് കാട്ടാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ഫുഡ് ആ ഒരു സ്പീഡിൽ നമ്മൾ ഫുഡ് കഴിച്ചു വിടും, അതുകൊണ്ട് ഉച്ചയ്ക്ക് കാട്ടാൻ പറ്റിയില്ല. എടാ ഇത് ഇത്രയ്ക്ക് ചിക്കനുള്ളൂ? ഇത് ദൈവം 250 രൂപയുടെ ചിക്കൻ സീനില്ലേ. നമ്മൾ ഒരു കുൽച്ച ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. രാത്രി ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഫ്രൂട്ട് ബൗളാണ് ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫ്രൂട്ട് ബൗളിന് ഇവിടെ സ്റ്റോക്ക് ഔട്ട് ഇതില്ല. അപ്പോൾ നമ്മൾ ഇത് ഓർഡർ ചെയ്തുകൊണ്ടാണ്. കുൽച്ച ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കാരണം രാത്രി ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചു. കാലത്തും ഉച്ചയ്ക്കും വൺ ഹെവി ആയിരുന്നു കേട്ടോ ഫുഡ്, അല്ലേ? കാലത്തും ഉച്ചയ്ക്കൊക്കെ വൺ ഹെവി ഫുഡായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ഇത് ചെയ്യാനായിട്ടാ. ഇത് ആക്ച്വലി ലൈം ടീ ആണ്. രാത്രി നാളത്തെ വ്ളോഗ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ നല്ല ടയേർഡ്നെസ്സും ഉണ്ട്. അപ്പോൾ രാത്രി വ്ളോഗ് സെറ്റ് ചെയ്യണേ, കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വിചാരിച്ചു ലൈം ടീ കുടിച്ചിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കുകയാണ്. സോ നമ്മൾ കുൽച്ച കഴിച്ചുകൊണ്ട് ചൂടില്ല അല്ല കുൽച്ച? ചൂടില്ല കഴിച്ചു. വേറെ വഴിയില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കില്ലായിരുന്നു അല്ലേ? വേറെ വഴിയില്ല. സൊമാറ്റോയും ഔട്ട്സൈഡ് ഫുഡ് ഇവിടെ അലൗഡ് അല്ല. സോ കുഴപ്പമില്ല. ഒരു കുൽച്ച, ചിക്കൻ, ലൈം ടീ. രാത്രി ഇതുള്ളൂ. ഞാൻ ഫ്രൂട്ട് ബൗൾ ഉണ്ടായിരുന്നു. ഫ്രൂട്ട് ബൗൾ എന്തൊക്കെയായിരുന്നു ഇവിടെ? എന്തൊക്കെയായിരുന്നു? പൈനാപ്പിളും വാട്ടർമെലനും അതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ഇടുകയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫൈനലി സമയം ഇപ്പോൾ 11:11 കേട്ടോ. നമ്മുടെ പരിപാടികൾ ഇന്നത്തെ ഫുൾ ചിൽ മൂഡായിരുന്നു. അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. 12:45 എഡിറ്റിങ്ങും പരിപാടിയും കഴിഞ്ഞു, അപ്ലോഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നാളെ നമ്മൾ മോർണിംഗ് സൺറൈസ് റൈഡും കാര്യങ്ങളൊക്കെ പോകട്ടോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ കിടിലൻ അടിപൊളി വീഡിയോസ്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നേരെ കിടന്ന് ഉറങ്ങാൻ പോകേണ്ട, വേറെ പരിപാടിയൊന്നുമില്ല. എന്തായാലും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ മെയിൻ ചാനലിലുണ്ടാവും. സ്റ്റേ ട്യൂൺ ഫോർ കിടിലൻ വീഡിയോ. ബൈ.